ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കത്തോലിക്ക തിരുസഭയിലെ ഏറ്റവും വലിയ തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് കർത്താവ് ഈശോ മിശിഹായുടെ ഉയിർപ്പ് തിരുനാളാണ്, ഈസ്റ്റർ തിരുനാളാണ്. കാരണം കർത്താവ് ഈശോ മിശിഹായുടെ ജനനവും ജീവിതവും മരണവും സഹനവും പ്രസംഗങ്ങളും പ്രവൃത്തികളും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എങ്കിലും അവയ്ക്കെല്ലാം അർത്ഥം നൽകുന്നത്, അവയ്ക്കെല്ലാം പുതിയ മാനം നൽകുന്നത് ഈശോയുടെ ഉയിർപ്പാണ്. അതുകൊണ്ട് തന്നെ ഉയിർപ്പ് തിരുനാൾ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ്. ഈശോ ഉയിർപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈശോയുടെ ജനന ജീവിത മരണം ഒരു സാധാരണ മനുഷ്യൻ്റെ അസാധാരണമായ ജീവിത രീതിയായി, അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ്റെ ഒത്തിരിയേറെ നന്മകൾ നിറഞ്ഞ ഒരു ജീവിതം മാത്രമായി വാഴ്ത്തപ്പെടുമായിരുന്നു. എന്നാൽ ഈശോയുടെ ഉയിർപ്പ്, മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് മൂന്നാം ദിനം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ചരിത്ര സംഭവം, അത് ഈശോയുടെ ജനനത്തിനും ജീവിതത്തിനും സഹനത്തിനും മരണത്തിനും ഈശോയുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ജീവിതത്തിനും വലിയ അർത്ഥം നൽകുകയാണ്, പുതിയ മാനം നൽകുകയാണ്. ഈ അർത്ഥത്തിൽ ഈശോയുടെ ഉയിർപ്പ് തിരുനാളാണ് ഏറ്റവും വലിയ ആഘോഷമായി തിരുസഭയിൽ ആചരിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിലും മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ സഭയിലെ വലിയ ഒരു തിരുനാളാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ തിരുനാളെന്ന് പറയാവുന്ന മറ്റൊരു തിരുനാളാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ. കാരണം പരിശുദ്ധ തൃത്വത്തെക്കാളും വലുതായി മറ്റൊരു യാഥാർത്ഥ്യമില്ല എന്ന കാരണത്താൽ തന്നെ തൃത്വൈക ദൈവത്തിൻ്റെ തിരുനാൾ ഏറ്റവും വലിയ തിരുനാളായി നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമെന്ന മഹാദിവ്യരഹസ്യ യാഥാർത്ഥ്യത്തെ, ആ യാഥാർത്ഥ്യത്തിൻ്റെ ഓർമ്മ ഏറ്റവും ആഴത്തിൽ ചിന്തിക്കുന്ന ദിവസം ഏറ്റവും വലിയ തിരുനാളായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാധാരണ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കപ്പെടുന്ന, സഭയിൽ ആഘോഷിക്കപ്പെടുന്ന ദിവസം സ്ലിഹാകാലത്തിൻ്റെ 2-ാം ഞായറാണ്. ഒരു കാര്യം ഓർക്കുക, എല്ലാ വിശ്വാസ സത്യങ്ങളും ദിവ്യ രഹസ്യങ്ങളാണ്. എല്ലാ വിശ്വാസ സത്യങ്ങളും ദിവ്യ രഹസ്യങ്ങളാണ്. എന്ന് വെച്ചാൽ മനുഷ്യ ബുദ്ധിക്ക് പരിപൂർണമായി ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത ദൈവീകമായ യാഥാർത്ഥ്യങ്ങളെ, വിശ്വാസ സത്യങ്ങളെ നമ്മൾ ദിവ്യ രഹസ്യം എന്നാണ് വിശേഷിപ്പിക്കുക. അത് മഹാരഹസ്യമാണ്, ദിവ്യരഹസ്യമാണ്. മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനോ പൂർണ്ണമായി അതിനെ മനസ്സിലാക്കാനോ സാധ്യമല്ല. വിശ്വസിക്കുക എന്നത് മാത്രമാണ് അതിനെ ഉൾക്കൊള്ളാനുള്ള പോംവഴി. അങ്ങനെ നോക്കുമ്പോൾ തിരുസഭ മാതാവ് പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസ സത്യങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അഗ്രാഹ്യമായ വിശ്വാസ സത്യം ഏത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും അഗ്രാഹ്യമായ ദിവ്യ രഹസ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ തൃത്വം എന്ന ദിവ്യ രഹസ്യമാണ്. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഒന്നേ ഉള്ളുവെന്നും ദൈവത്തിൽ 3 ആളുകളുണ്ട് എന്നും സത്തയിൽ ഒന്നായിരിക്കുന്നു എന്നാൽ വ്യക്തിയിൽ 3 ആയിരിക്കുന്നു എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം മനുഷ്യബുദ്ധിക്ക് പരിപൂർണമായി മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ മഹാദിവ്യ രഹസ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി, അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ദൈവശാസ്ത്രജ്ഞർ ഒത്തിരിയേറെയുണ്ട്. അതിൽ പ്രമുഖനായ വ്യക്തിയാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ. അദ്ദേഹം ഈ മഹാദിവ്യരഹസ്യത്തെ ധ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചുള്ള ഒരു കഥ, അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ ഏറെ തവണ കേട്ടിട്ടുണ്ടാകും, ഏറെ തവണ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമുണ്ടാകും. അഗസ്തീനോസ് പുണ്യവാളൻ ഈ മഹാദിവ്യരഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി, ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ വേണ്ടി, അങ്ങനെ ബുദ്ധി കൊണ്ട് ഉൾക്കൊണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഏറെ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്.
കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധരിൽ പണ്ഡിതനായും പണ്ഡിതരിൽ വിശുദ്ധനായും അറിയപ്പെടുന്ന അഗസ്തീനോസ് ഇതിനെക്കുറിച്ച് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആലോചനയിലാണ്. ഒരു ദിവസം അദ്ദേഹം ഈ ആലോചനയുമായി ഒരു കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ ഒരു കാഴ്ച അവിചാരിതമായി കാണുന്നു. ഒരു കൊച്ചുകുട്ടി കടൽ തീരത്തിരുന്ന് കളിക്കുകയാണ്. ഒരു കുഞ്ഞ് കുഴിയുണ്ടാക്കി ഒരു കക്ക ഉപയോഗിച്ച് കടൽ ജലം കക്കയ്ക്കുള്ളിലാക്കി, ഓരോ തുള്ളി കക്കയ്ക്കുള്ളിലാക്കി അത് കൊണ്ടുവന്ന് കുഴിയിലൊഴിക്കുന്നു. വീണ്ടും ഈ കക്കയുമായി കടലിലേക്ക് ഓടുന്നു. ആ കടലിൽ നിന്ന് കക്കയിൽ വീണ്ടും ജലം ശേഖരിക്കുന്നു, കൊണ്ടുവന്ന് ഈ കുഴിയിലൊഴിക്കുന്നു. ഇതിങ്ങനെ കുഞ്ഞ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് ആവേശപൂർവ്വം ഈ കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അഗസ്തീനോസിന് വലിയ കൗതുകം തോന്നി. അഗസ്തീനോസ് ഈ കുഞ്ഞിൻ്റെ അരികിലേക്ക് പതുക്കെ നടന്നു വന്നു. കുറേ നേരം കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കളി കണ്ടപ്പോൾ കുഞ്ഞിനോടായി അഗസ്തീനോസ് ചോദിക്കുന്നു, അല്പസമയം എന്നെ കൂടെ ഈ കളിയിലൊന്ന് കൂട്ടാവോ? നേരം കുഞ്ഞ് മുഖമുയർത്തി വളരെ ഗൗരവത്തോടെ അഗസ്തീനോസിനോട് പറയുന്നു, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരാ പറഞ്ഞത്? വളരെ ഗൗരവമുള്ള ഒരു പ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഗസ്തീനോസ് ചോദിക്കുന്നു, എന്താ ഇത്ര ഗൗരവമുള്ള പ്രവൃത്തി? കുഞ്ഞ് വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞു, ഈ കടലിലെ ജലം ഈ കുഴിയിലൊഴിച്ച് വറ്റിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അഗസ്തീനോസ് എന്ന ബുദ്ധിരാക്ഷസനായ പണ്ഡിതന് പെട്ടെന്ന് ചിരി വന്നു. എങ്കിലും കുഞ്ഞായതുകൊണ്ട്, തൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞായതുകൊണ്ട് അദ്ദേഹം ആ ചിരി പ്രകടിപ്പിക്കാതെ, കുഞ്ഞിനെ പരിഹസിക്കാതെ ശാന്തമായി കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, നീ ചെയ്യുന്ന പ്രവൃത്തി എത്രയോ വലിയ മണ്ടത്തരമാണ്. കാരണം മോനൊന്ന് നോക്കിയേ, കണ്ണെത്താത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന മഹാസമുദ്രം, ഇതിലെ ജലം അത് എത്രത്തോളം ഉണ്ടെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. കടലിൻ്റെ ആഴവും കടലിൻ്റെ പരപ്പും നമുക്കൊരിക്കലും ചിന്തിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റുന്നതിലും അപ്പുറത്താണ് അത്. ഇത്രയും വലിയ മഹാസമുദ്രത്തിലെ ജലം മുഴുവനും ഈ കുഞ്ഞു കുഴിക്കകത്ത് എങ്ങനെ ഒഴിക്കാനാണ് സാധിക്കുക? ഈ കുഴിയിൽ ഈ വലിയ മഹാസമുദ്രത്തിലെ ജലത്തെ ഉൾക്കൊള്ളാൻ കുഴിക്ക് സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. എന്ന് മാത്രമല്ല, നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞു കക്ക, ഈ കക്കയുമായിട്ടാണ് നീ കടലിലേക്ക് ഓടുന്നത്. ഈ കുഞ്ഞു കക്കയിൽ ഈ ജലം മുഴുവൻ ശേഖരിച്ച് ഈ കുഴിയിലൊഴിച്ച് വറ്റിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. നീ ചെയ്യുന്നത് കുഞ്ഞെ ഒരു വലിയ മണ്ടത്തരമാണ്. ഇത് പറഞ്ഞ് കുഞ്ഞിനെ ബോധവൽക്കരിക്കാൻ, കുഞ്ഞിനെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ അഗസ്തീനോസ് ശ്രമിക്കുമ്പോൾ പുഞ്ചിരിയോടെ എന്നാൽ ഗൗരവത്തോടെ ഈ കുഞ്ഞ് അഗസ്തീനോസ് പുണ്യവാളിനോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തീർച്ചയായും വലിയൊരു മണ്ടത്തരമാണ്. എന്നാൽ അങ്ങിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമോ, അങ്ങിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമോ അത് ബുദ്ധിയിൽ ഒതുങ്ങാവുന്ന ഒരു കാര്യമാണെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ വലിയ യാഥാർത്ഥ്യത്തെ കുഞ്ഞു ബുദ്ധിക്കകത്ത് ഒതുക്കി നിർത്താൻ അങ്ങ് ശ്രമിക്കുമ്പോൾ സത്യത്തിൽ എന്നേക്കാളും വലിയ മണ്ടൻ, വിഡ്ഢി അങ്ങ് തന്നെയല്ലേ? ഇത് പറഞ്ഞ് പുഞ്ചിരിച്ച് കുഞ്ഞ് അപ്രത്യക്ഷനാകുന്നു. അഗസ്തീനോസ് അമ്പരപ്പോടെ അത്ഭുതത്തോടെ തരിച്ചു നിൽക്കുകയാണ്. കുഞ്ഞിനെ പിന്നെ കാണുന്നില്ല. അഗസ്തീനോസിന് മനസ്സിലായി, പരിശുദ്ധ ത്രിത്വം എന്ന മഹാദിവ്യരഹസ്യത്തെ തൻ്റെ കൊച്ചു ബുദ്ധിക്കകത്ത് ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന താൻ എത്രയോ വലിയ, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന താൻ എത്രയോ വലിയ വിഡ്ഢിയാണ് എന്ന് തിരിച്ചറിയുന്നു. ഈ മഹായാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി തരാൻ ഈശോ തന്നെയാണ് തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന യാഥാർത്ഥ്യത്തെ അഗസ്തീനോസ് തിരിച്ചറിയുന്നു. ഇത് ത്രിത്വൈക ദിവ്യരഹസ്യം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണ പറയാറുള്ള അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കഥയാണ്. ഒരുപക്ഷെ കഥ മാത്രമാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ സംഭവം തന്നെയാകാം. എന്തുമാകട്ടെ, ത്രിത്വൈക രഹസ്യം ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ബുദ്ധിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത മഹാദിവ്യ രഹസ്യമാണ് എന്ന യാഥാർത്ഥ്യത്തെ നമ്മെ പഠിപ്പിച്ചു തരാൻ ഒരുപക്ഷെ ഏതെങ്കിലും വലിയ പിതാക്കന്മാർ മെനഞ്ഞ കഥയാകാം, അല്ലെങ്കിൽ യാഥാർത്ഥ്യം തന്നെയാകാം. എന്തുമാകട്ടെ, ഈ ഒരു കഥയിലൂടെ അഥവാ സംഭവത്തിലൂടെ വലിയൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ത്രിത്വം എന്ന മഹാദിവ്യ രഹസ്യം ബുദ്ധി കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യമല്ല, മറിച്ച് വിശ്വാസം കൊണ്ട് നമ്മളെ തന്നെ അടിയറ വെക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അത് എന്നും. എങ്കിലും
അഗസ്തീനോസ് പുണ്യവാളൻ കുറേ കാര്യങ്ങൾ ത്രിത്വൈക രഹസ്യത്തിൻ്റെ ബന്ധം, പരിശുദ്ധ ത്രിത്വത്തിലെ 3 വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ തന്നാലാകുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇപ്രകാരമാണ്: ത്രിത്വത്തിൽ എല്ലാം ഏകമാണ്, ത്രിത്വത്തിൽ എല്ലാം ഏകമാണ്. പക്ഷേ ത്രിത്വത്തിലെ 3 ആളുകളുടെ ബന്ധത്തിലുള്ള, ത്രിത്വത്തിലെ 3 വ്യക്തികളുടെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 വ്യക്തികളുടെ ബന്ധം, പരസ്പരമുള്ള ബന്ധത്തിലുള്ള വ്യതിരിക്തതയാണ് അവരെ വേർതിരിക്കുന്നത്, അവരെ വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ത്രിത്വം എന്നത് ദൈവത്തിൻ്റെ സത്തയിലോ എന്ന് വെച്ചാൽ സബ്സ്റ്റൻസിലോ, സാദൃശ്യത്തിലോ എന്ന് വെച്ചാൽ ആക്സിഡൻറ്റിലോ ഉള്ള ത്രിത്വമല്ല, മറിച്ച് ബന്ധത്തിലുള്ള ത്രിത്വമാണ്, പരസ്പരമുള്ള ബന്ധത്തിലുള്ള ത്രിത്വമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തുടർന്ന് വിശദീകരിക്കുന്നു: സൃഷ്ടിക്കപ്പെടാത്തതും, അതായത് പിതാവായ ദൈവം, ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പുത്രനായ ദൈവം, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പരിശുദ്ധാത്മാവായ ദൈവം, ഈ എന്ന ബന്ധത്തിലുള്ള ത്രിത്വം അദ്ദേഹം വിശദീകരിക്കുന്നു. ട്രിനിറ്റി ഓഫ് ബിഗറ്റിംഗ്, ഓഫ് ബീയിങ്, ബിഗോട്ടൻ ആൻഡ് ഓഫ് പ്രൊസീഡിങ് എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുക. പ്രിയപ്പെട്ടവരെ, സാധാരണ മനുഷ്യർക്ക് ഇത് കേട്ടാൽ എന്ത് മനസ്സിലാകും എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു മഹാദിവ്യ രഹസ്യം എന്ന് പറയുന്നത്. ഇതിനെ ബുദ്ധി കൊണ്ട് അളന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വിശ്വാസത്തോടെ ഈ മഹാദിവ്യ രഹസ്യത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമായിരിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ലയനാർഡോ ബോഫ് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: പിതാവ് ജീവനും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട് എന്നും പുത്രനിൽ ആയിരിക്കുന്നു. പിതാവ് ജീവനും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട് എന്നും പുത്രനിൽ ആയിരിക്കുന്നു. പുത്രനാകട്ടെ പിതാവിനെ അറിഞ്ഞുകൊണ്ടും പിതാവായി അംഗീകരിച്ചുകൊണ്ടും എന്നും പിതാവിൽ ആയിരിക്കുന്നു. സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും പരസ്പര പ്രകാശനമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും സ്രോതസ്സും പ്രകാശനവുമായി പിതാവിലും പുത്രനിലും ആയിരിക്കുന്നു. ഈ സ്രോതസ്സാകട്ടെ അതിരുകൾ ഇല്ലാത്തതും എല്ലാവരും എല്ലാവരിലുമാണ്. എല്ലാവരും എല്ലാവരിലുമാണ്. പ്രിയപ്പെട്ടവരെ, സത്തയിൽ ഒന്നായിരിക്കുകയും വ്യക്തിയിൽ 3ആയിരിക്കുകയും ചെയ്യുന്ന ത്രിത്വമെന്ന മഹാദിവ്യരഹസ്യത്തെ വിശദീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതൊക്കെ. ഓർക്കുക, അവസാനം പറഞ്ഞ ഈ ഒരു കാര്യം, പിതാവ് ജീവനും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട് എന്നും പുത്രനിൽ ആയിരിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തെ ഈ വിധത്തിൽ തന്നെയാണ് നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാനായിട്ട് പറ്റുക. ജീവനും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട് പിതാവ് പുത്രനിലായിരിക്കുന്നു, പുത്രൻ പിതാവിലായിരിക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലായിരിക്കുന്നു, പരിശുദ്ധാത്മാവ് പിതാവിലും പുത്രനിലും ആയിരിക്കുന്നു. ജീവനും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട്. അപ്പോൾ ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും കൈമാറ്റമാണ് എപ്പോഴും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ത്രിത്വ കുടുംബത്തിലേക്ക് തന്നെയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ദൈവം ക്ഷണിക്കുന്നത്. സ്നേഹം കൊടുത്തും സ്നേഹം സ്വീകരിച്ചും സ്നേഹത്തിലായിരിക്കാൻ, അങ്ങനെ ത്രിത്വൈക ദൈവമെന്ന കുടുംബത്തിൻ്റെ സാദൃശ്യമായി ഭൂമിയിൽ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരു കുഞ്ഞു ഉദാഹരണം പറയാം. ഇസ്രായേലിലുള്ള 2 കടലുകളാണ്. ഒന്ന് ഗലീലി കടലും 2 ചാവുകടലും. ഗലീലി കടലിൻ്റെയും ചാവുകടലിൻ്റെയും പ്രത്യേകത, 2 കടലിലേക്കും ജലമൊഴുകി വരുന്നത് ജോർദാൻ നദിയിൽ നിന്നാണ്. ഗലീലി കടലിലേക്ക് വെള്ളമൊഴുകി വരുന്നത്, ചാവുകടലിലേക്ക് വെള്ളമൊഴുകി വരുന്നത് രണ്ടും ജോർദാൻ നദിയിൽ നിന്നാണ്. എന്നാൽ 2 കടലിലേക്കും ജലമൊഴുകി വരുന്നത് ഒരേ നദിയിൽ നിന്നാണ് എങ്കിലും 2 കടലിനും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ഗലീലി കടൽ അഥവാ ഗലീലി തടാകത്തിനും ചാവുകടലിനും തമ്മിൽ വളരെ പ്രകടമായ ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ് വ്യത്യാസം? ചാവുകടൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, ചാവുകടൽ ഡെഡ് സീ പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് ചത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ജീവന്റെ ഒരു കണിക പോലുമില്ല, ജീവന്റെ ഒരംശം പോലുമില്ല.
ഒരു ജീവജാലങ്ങളും അതിനകത്ത് വളരുന്നില്ല. മത്സ്യം പോയിട്ട് സസ്യ ജീവജാലങ്ങൾ പോലും നമുക്ക് ഈ ചാവുകടലിൽ കാണാൻ സാധ്യമല്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചാവുകടലിൻ്റെ മേലെ സാധാരണഗതിയിൽ പക്ഷികൾ പോലും പറക്കാറില്ല എന്ന്. കാരണം അത് ചത്തതാണ്. ആ സമുദ്രം പേര് സൂചിപ്പിക്കുന്നത് പോലെ ജീവന്റെ ഒരു അംശവുമില്ലാത്ത ചത്ത അവസ്ഥയിലാണ് ചാവുകടൽ. നേരെ മറിച്ച് ഗലീലി കടൽ ജീവന്റെ സമൃദ്ധിയാണ്. വ്യത്യസ്തങ്ങളായ 27-ലധികം സ്പീഷ്യസ് ജീവജാലങ്ങൾ, മത്സ്യസമ്പത്ത് തന്നെ ഈ ഗലീലി തടാകത്തിൽ, കടലിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുക. അതിൽ തന്നെ മഹാഭൂരിപക്ഷവും മറ്റൊരിടത്തും കാണാത്ത വിധത്തിൽ അത്രത്തോളം വൈവിധ്യമാർന്ന മത്സ്യസമ്പത്ത്, ജീവജാലങ്ങളുടെ സമ്പത്ത്. അങ്ങനെയാണെങ്കിൽ അതിനെ ജീവന്റെ സ്രോതസ്സായി തന്നെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ചാവുകടൽ ഒരു മരണ സംസ്കാരത്തെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ഗലീലി തടാകം അഥവാ ഗലീലി കടൽ ഇതൊരു ജീവ സംസ്കാരത്തെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, വളരെ അത്ഭുതകരമായ കാര്യം ഇതാണ്, രണ്ട് സ്ഥലത്തേക്കും, രണ്ട് കടലിലേക്കും ജലമൊഴുകി വരുന്നത് ജോർദാൻ നദിയിൽ നിന്നാണ്. ജോർദാൻ നദിയിൽ നിന്ന് ജലത്തെ സ്വീകരിച്ചിട്ട് ചാവുകടലിൽ ഇതാ ഒരു മരണ സംസ്കാരം അഥവാ ജീവന്റെ അംശം പോലും ഇല്ല. ഗലീലി കടലിൽ ജീവന്റെ സമൃദ്ധി, ജീവസംസ്കാരത്തിന്റെ ഇടമായി ഇതാ ഗലീലി കടൽ വാഴ്ത്തപ്പെടുന്നു. അതിൻ്റെ കാരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ചാവുകടൽ അത് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന ഇടമാണ് ഈ ചാവുകടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ചാവുകടലിലേക്ക് ഒഴുകി വരുന്ന ജലത്തെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും വേറെ ഒരു സ്ഥലത്തേക്ക് ഒഴുകിപ്പോകാൻ ഒരു ഇടവും ഇല്ല. വേറൊരു സ്ഥലത്തേക്ക് ഒഴുകിപ്പോകുന്നില്ല, സ്വീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകിപ്പോകാൻ ഈ ചാവുകടലിലെ ജലത്തിന് സാധിക്കുന്നില്ല. നേരെ മറിച്ച് ഗലീലി കടലിൻ്റെ പ്രത്യേകത, ഗലീലി തടാകത്തിൻ്റെ പ്രത്യേകത, ഒരു വശത്ത് നിന്ന് ജോർദാൻ നദിയിൽ നിന്ന് വെള്ളം സ്വീകരിക്കുന്നു, മറുവശത്ത് അത് ഒഴുകി മറ്റൊരിടത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ സംഭവിക്കുന്നതാണ്. എങ്കിലും നമ്മൾ ഇതിനെ ആത്മീയ അർത്ഥത്തിൽ എടുക്കുകയാണ് എങ്കിൽ, ആത്മീയമായ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ആത്മീയത എന്നുള്ളത് സ്വീകരിക്കലും കൊടുക്കലുമാണ്. സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം, കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ജീവന്റെ സമൃദ്ധി ഉണ്ടാവുക. സ്വീകരിക്കുക മാത്രം ചെയ്ത് കൊടുക്കാൻ തയ്യാറാകാതിരിക്കുന്ന ഏത് ജീവിതങ്ങളും ചാവുകടലിന് സമാനമാണ്. സ്വീകരിക്കാൻ തയ്യാറാണ്, എന്നാൽ കൊടുക്കാൻ തയ്യാറല്ല. ഇത് ചാവുകടലിന് സമാനമാണ്. സ്വാർത്ഥ ജീവിതങ്ങൾ. അപ്പോൾ അവിടെ സംഭവിക്കുക ചാവുകടൽ പോലെ ഒരു ചത്ത സംസ്കാരം, ഒരു മൃത സംസ്കാരം, ജീവനില്ലാത്ത അവസ്ഥ, ആത്മീയതയില്ലാത്ത അവസ്ഥ അവിടെ സംജാതമാവുകയാണ്. ഇനി ഇതുപോലെ തന്നെ ചില ജീവിതങ്ങളുടെ പ്രത്യേകത, അവർ കൊടുക്കാൻ തയ്യാറാണെന്നാൽ ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, കൊടുക്കുന്നത് പോലെ തന്നെ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. സ്നേഹം കൊടുക്കാനും സ്നേഹം സ്വീകരിക്കാനും നമുക്ക് സാധിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവും ഉദാഹരണവുമാണ് പരിശുദ്ധ ത്രിത്വം. പരസ്പരം സ്നേഹത്തിൻ്റെ കൈമാറ്റം, ജീവന്റെ കൈമാറ്റം. ഇതാ നേരത്തെ നമ്മൾ കേട്ടതുപോലെ പിതാവ് ജീവനും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട് പുത്രനിലായിരിക്കുന്നു. പുത്രൻ പിതാവിനെ അറിഞ്ഞുകൊണ്ടും പിതാവായി അംഗീകരിച്ചുകൊണ്ടും പിതാവിലായിരിക്കുന്നു. പിതാവും സ്നേഹത്തിൻ്റെയും ജീവന്റെയും പരസ്പര പ്രകാശനമായി പിതാവും പുത്രനും ഇതാ പരിശുദ്ധാത്മാവിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെയും ജീവന്റെയും സ്രോതസ്സും പ്രകാശനവുമായി പിതാവിലും പുത്രനിലും ആയിരിക്കുന്നു. ഈ സ്രോതസ്സാകട്ടെ അതിരുകളില്ലാത്തതും എല്ലാവരും എല്ലാറ്റിലുമാണ്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതവും, ഇപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിൽ ഇതുപോലെ സ്നേഹം കൊടുത്തും സ്വീകരിച്ചും അങ്ങനെ നമ്മുടെ കുടുംബത്തെ ത്രിത്വ കുടുംബം പോലെ രൂപാന്തരപ്പെടുത്തണം. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു കുടുംബമാണ് നസ്രത്തിലെ തിരുക്കുടുംബം. എല്ലാ കുടുംബങ്ങൾക്കും മാതൃകയാക്കാവുന്ന നസ്രത്തിലെ തിരുക്കുടുംബം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പര സ്നേഹം ജീവനും പരസ്പരം ചൊരിഞ്ഞുകൊണ്ട് ആയിരുന്നത് പോലെ തന്നെ ഇതാ ജീവനും സ്നേഹവും പരസ്പരം കൈമാറി സ്നേഹിച്ചും സ്നേഹം സ്വീകരിച്ചും സ്നേഹം കൊടുത്തും സ്നേഹം കൈമാറിയും അങ്ങനെ സ്നേഹത്തിൽ പരിപൂർണത പ്രാപിച്ച ഒരു കുടുംബമായി നസ്രത്തിലെ തിരുക്കുടുംബം ആയിരിക്കുമ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതുപോലെ മാതൃക തിരുക്കുടുംബങ്ങളായി രൂപാന്തരപ്പെട്ട് പരിശുദ്ധ ത്രിത്വം എന്ന മഹാദിവ്യരഹസ്യം, പരിശുദ്ധ ത്രിത്വം എന്ന കുടുംബ സ്വർഗീയ കുടുംബം
ഭൂമിയിൽ സംജാതമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ത്രിത്വൈക ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ അല്ലെങ്കിൽ സ്നേഹ മാതൃകയെ ജീവിതത്തിൽ സ്വീകരിച്ച് നമ്മുടെ കുടുംബവും അത്തരം കുടുംബമാക്കി രൂപാന്തരപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതങ്ങൾ ഈ വിധത്തിൽ രൂപപ്പെടട്ടെ, രൂപാന്തരപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.